ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുത്ത് തിരിച്ചു കിട്ടാത്ത അവസ്ഥകളുണ്ടെങ്കിലോ ഏതെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടാനുള്ള പൈസ തടസ്സപ്പെട്ട് കിടക്കുന്നുണ്ടെങ്കിലോ ഈ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇടപെടാൻ കർത്താവിന് കഴിയും. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. എൻ്റെ സ്വർഗീയ പിതാവേ, അവിടുന്ന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. നിന്നെ ഒരു നാളും കൈവിടുകയില്ലെന്ന് പറഞ്ഞ ദൈവമേ, അങ്ങേക്ക് സ്തുതി, ആരാധന, മഹത്വം. എല്ലാ ദിവസവും വേണ്ടത് തന്ന് കാത്തു സംരക്ഷിക്കുന്ന ദൈവമേ, അങ്ങേക്ക് നന്ദി. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കാൻ പോകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ജീവിത സാഹചര്യങ്ങൾ തന്നതിനും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഞാൻ മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടി നൽകിയ പൈസ, ആഭരണങ്ങൾ, ആധാരങ്ങൾ ഇവ തിരിച്ചു കിട്ടാത്തതുകൊണ്ട് ഈ ലോകത്തിലുള്ള ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന മക്കളുണ്ട്. മാനസികമായി അവരുടെ വേദന, അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും അങ്ങേക്ക് നന്നായി അറിയാം. എത്ര ചോദിച്ചിട്ടും മനഃപൂർവ്വം തരാത്തവരെയും വാങ്ങിയ കടം തിരിച്ചു നൽകണമെന്ന് ആഗ്രഹിച്ചിട്ടും നൽകാൻ സാധിക്കാത്തവരെയും അതിൽ വേദനിക്കുന്നവരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, അവരുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. കഠിനഹൃദയരായി മനഃപൂർവ്വം മറ്റുള്ളവരെ ചതിക്കണമെന്ന് വിചാരിക്കുന്നവരെ മാനസാന്തരപ്പെടുത്തണമേ. കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ, അവരുടെ ജോലി മേഖലകളെ, സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ. ഓരോ വ്യക്തികൾക്കും ആവശ്യമായ സമയത്ത് കടം കൊടുത്ത മക്കളുടെ ഹൃദയവേദന കാണണമേ. സ്വന്തം ആവശ്യങ്ങൾക്കായി പണം ചിലവഴിക്കാനില്ലാതെ പ്രയാസപ്പെടുന്നവരെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് വഴികാട്ടിയായി മാറണമേ. തക്ക സമയത്ത് അങ്ങ് ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവ് ഇടപെട്ട് എനിക്ക് പൈസ വാങ്ങിത്തരും എന്ന് വിശ്വസിക്കുന്നു. ഒരിക്കലും നമ്മൾ പൈസ തരാനുള്ളവരോട് വഴക്കിന് പോകരുത്. അവരെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് പലതരത്തിൽ പല മേഖലകളിലും ലഭിക്കാനുള്ള പൈസകൾ കർത്താവ് ഇടപെട്ട് വാങ്ങിത്തരട്ടെ എന്ന് പൂർണ്ണമായും വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. ആമേൻ.